പറയാണ്, മോളെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ അച്ഛനെ പേടിച്ച് മാത്രമാണ് ഞാൻ മോളോട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത്. മോൾ ഈ അമ്മയോട് ക്ഷമിക്കണം. ഇത് പറഞ്ഞ് തീരുമ്പോഴേക്കും കുമാല സാറയുടെ വയറ്റിലേക്ക് തന്നെ കത്തി കുത്തിയിറക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജന്മി കടന്നു വരുന്നത്. ഇദ്ദേഹം നോക്കുമ്പോൾ ഉണ്ട് തന്റെ വേലക്കാരനെ അതിക്രൂരമായിട്ട് അവിടെ കൊന്നിട്ടേക്കുന്ന ആദ്യമേ കാണുന്നത്. പെട്ടെന്ന് അദ്ദേഹം സാറെ അന്വേഷിച്ചുകൊണ്ട് മുകളിലേക്ക് ചെന്ന് നോക്കുന്നുണ്ടെങ്കിലും ആദ്യമേ അവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ അയാൾ റൂമിൽ ചെന്ന് നോക്കുമ്പോഴാണ് അതിക്രൂരമായിട്ട് അവളെ കൊന്നിട്ടേക്കുന്നത് കാണുന്നത്. ഇത് കണ്ട് അയാളാണെങ്കിൽ അവളുടെ അടുത്ത് ചെന്ന് അലമുറയിട്ട് കരയാണ്. ഇതിനെല്ലാത്തിനും താനാണല്ലോ കാരണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും രാത്രി 12 മണിയായി കഴിഞ്ഞായിരുന്നു. അപ്പോഴാണ് കുറച്ചപ്പുറത്തായിട്ട് സുമാലയും കുമാലയും കാണുന്നത്. പേടിച്ചുപോയി ജന്മിയാണെങ്കിൽ ഇതിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ജന്മിയുടെ നേരെ വരുന്നത്. ഉടനെ തന്നെ അയാൾ മന്ത്രവാദി കൊടുത്ത കത്തി പുറത്തെടുത്തെങ്കിലും അപ്പോഴേക്കും പൂർണ്ണമായിട്ടും കുമാര സുമാലയായി മാറിക്കഴിഞ്ഞായിരുന്നു. ഇത് കണ്ട ജന്മിയാണെങ്കിൽ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി നേരെ ഗ്രാമത്തിലേക്ക് പോവുകയും അവിടെ ചെന്നിട്ടാണെങ്കിൽ ഇയാൾ ഗ്രാമവാസികളോടുള്ള കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടെങ്കിലും അവരാരും ഇത് ചെവിക്കൊള്ളുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇയാൾ പറയുന്നത് തന്റെ മകളാണ് എല്ലാവരെയും കൊല്ലുന്നതും അവളുടെ ശരീരത്തിൽ പോയി ചെകുത്താനുണ്ട്, അതാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ എന്റെ ഭാര്യയും എന്റെ വേലക്കാരനെയും അവൾ കൊന്നു കഴിഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവളെ തടയണം, അല്ലെന്നുണ്ടെങ്കിൽ അവൾ എല്ലാവരെയും കൊല്ലും. ഇത് കേട്ടപ്പോഴത്തേക്കും